ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, സാർ ഇത്രയും നേരം നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ഇവിടെ കൃത്യമായി സംസാരിച്ചു. അത് വളരെ കൃത്യമായൊരു കാര്യമാണ്. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതേപോലെ ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. അതിന് എതിർത്തോ അനുകൂലിച്ചോ അവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും പറഞ്ഞ വളരെ കൃത്യമായി തന്നെ ഞാൻ കേട്ടു. തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ കൃത്യമായി ചർച്ചകളുണ്ടാകും. ഞാൻ എല്ലാവരും പറയുന്നത് ഞാൻ വളരെ കൃത്യമായി കേൾക്കുമെന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞവരെല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ രാത്രിയായിരിക്കുന്നു. ഇത്രയും വളരെ ഈ സമയത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കൂടുതലായി ഞാൻ പറയുന്നില്ല. എൻ്റെ വളരെ കുറഞ്ഞ വാക്കുകളിലാണ് ഞാൻ സാർ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ പോയിന്റുകളും വളരെ കുറഞ്ഞ വാക്കുകൾ ഞാൻ കവർ ചെയ്യും സാർ. ചില ആളുകൾ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിൽ ലോജിക്കുള്ള ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷെ ഒരു അടിസ്ഥാനപരമല്ലാത്ത കാര്യങ്ങളും കുറെ ആളുകൾ പറഞ്ഞു. പക്ഷെ എനിക്ക് വളരെ കൃത്യമായി പറയാനുള്ളത്, ഇത് ചില ആളുകൾക്ക് മനസ്സിലാക്കുന്നു, ചില ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പറയൂ, ഇത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ എങ്ങനെയാണിത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് ഇതിന്റെ കാരണം? ഈ വഖഫ് ബോർഡിന്റെ ഇത് ലീഗലാണ്, ഇത് ഭരണഘടനയ്ക്ക് അനുകൂലമുള്ളതാണ്. ഇവിടെ കോടതിയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതുമാത്രമല്ല, എന്നിട്ടും പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഭരണഘടന വിരുദ്ധമെന്ന് നിങ്ങൾ പറയുന്നത്? 54 അത് സ്വാതന്ത്ര്യാനന്തരമാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. ഇത് ഭരണഘടന വിരുദ്ധമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പിൻവലിക്കരുത്? എനിക്ക് മഹനീയമായ സഭയിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചെറിയൊരു കാര്യമല്ല. നമുക്ക് ഇതേപോലെ വെറുതെ പറയാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്വന്തമായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളൊരു പാർലമെന്റിലെ അംഗമാണ്, നിങ്ങൾ ഈ മഹനീയ സഭയുടെ ഒരു അംഗമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ചിന്തിച്ച ശേഷം മാത്രമേ സംസാരിക്കാൻ പോവുകയുള്ളൂ. ഇത് കേൾക്കുന്നവർ എന്താണ് വിചാരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഈ മഹനീയ സഭയിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവുകയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇവിടെ എല്ലാവരും. എല്ലാവർക്കും സംസാരിക്കുന്ന അവസരമുണ്ട് സർ. പക്ഷേ അത് തീരെ മോശമായ കാര്യങ്ങൾ വെറുതെ ഇത് പറയാൻ പാടില്ല സർ. എന്തെങ്കിലും പോയിന്റ് ഓഫ് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ആ നിയമങ്ങൾ നമ്മൾ കൃത്യമായി ഇവിടെ പറയണം. വിവിധ അംഗങ്ങൾ, ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഗൗരവ് ഗൊഗോയി, എൻ്റെ സഹോദര തുല്യനായ ഗൗരവ് ഗൊഗോയി ഉണ്ട്, വേണുഗോപാൽജി ഉണ്ട്, വിവിധ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ആദ്യം തന്നെ പറയുകയുണ്ടായിരുന്നു, ഞാൻ വീണ്ടും വായിക്കുകയാണ്. ഇത് കൂടുതൽ ഞാൻ പറയുകയാണ്.
ഇവിടെ ആരെങ്കിലും പറയുകയാണെങ്കിൽ യാതൊരു ലോജിക് उस जमाने में ये जमीन को ऐसा इस्तेमाल ഇത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. വഖഫ് ബോർഡ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ ഭൂമി അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പ്രൂഫ് ആവശ്യമാണ്. അവർക്ക് സർട്ടിഫിക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. അവർ ഇത് പറയുമ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കാനേ സാധിക്കില്ല. ഇത് മതത്തിന്റെ കാര്യമല്ല. ദയവായി പറയുക, എങ്ങനെയാണിത് മുസ്ലിം വിരുദ്ധമാകുന്നത്? മുസ്ലിം, ഹിന്ദു, സിഖ് ഇവരെല്ലാവർക്കും തന്നെ ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇത് ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾ എല്ലാം തന്നെയുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ വിഷയങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഞാൻ കരുതുന്നത് ഇവിടെ ഒരുപാട് ചർച്ച നമ്മൾ നടത്തുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. സാർ, എനിക്ക് വളരെ വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ ആദരണീയ അംഗങ്ങളെ ഞാൻ അറിയിക്കുകയാണ്, സഹപ്രവർത്തകരെ. ഈ ബിൽ മുന്നോട്ട് വെക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഇവിടെ ഓണർഷിപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് തർക്കങ്ങൾ ഇപ്പോൾ ട്രൈബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പ് വരുത്തുന്നത് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുക എന്നതാണ്. എന്ത് തന്നെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെന്നാൽ നീതി വൈകുന്നത് നീതി നിഷേധമാണ്. നമുക്ക് ആയിരക്കണക്കിന് കേസുകൾ നമുക്കറിയാൻ സാധിക്കും ഈ ട്രൈബ്യൂണലുകളിൽ. നമുക്ക് എങ്ങനെയാണിത് ഇതിനെക്കുറിച്ച് ഇതിനെ നിഷേധിക്കുവാനായി നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് ഇതിൻ്റെ രേഖകൾ നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ, ഇത് നമ്മൾ ഇവിടെ സ്വീകരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ കൃത്യമായ ആശയം നമ്മൾക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇവിടെ സർ, വഖഫുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലതവണ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം നമ്മൾക്ക് നേരെ ആരോപിക്കുകയുണ്ടായി, മുസ്ലിം വിഭാഗത്തിനെതിരെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയുകയുണ്ട്. ഇത് ഹിന്ദുക്കൾക്കായി ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പുതിയൊരു നിയമത്തിന്റെ ആവശ്യമില്ല. ഇസ്ലാമിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് നേരെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ ഒരു വിടവ് നമ്മൾ ഇപ്പോൾ നികത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരു ഏക നിയമം നമുക്ക് ആവശ്യമാണ്. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു നിയമമാണ് ആവശ്യം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുകയാണ്. ഞങ്ങൾ നിശബ്ദരായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇവിടെ വിധവകൾ, അവർക്കെല്ലാവർക്കും തന്നെ കുട്ടികൾക്ക് അവരെല്ലാവരെയും തന്നെ നമ്മൾ മുൻഗണനയിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിച്ചതാണ്. ഗൗരവ്ജി അദ്ദേഹം ഈ കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം വളച്ചൊടിച്ചാണ് പറഞ്ഞത്. ഞാനിത് നേരിട്ട് തന്നെ പറയട്ടെ. രാജ്യത്തെ 7% മുത്താവല്ലിയിൽ നൽകുന്നുണ്ട്. അത് 15% ഉയർത്തും. 7% നിന്ന് ഞാൻ പറയട്ടെ, നമ്മൾക്ക് ആവശ്യം ബോർഡിന് നേരിട്ട് സഹായം നൽകുകയാണ്. ഈ തുക അത് നൽകുന്നത് സാധാരണക്കാർക്കായിരിക്കും. ഈ തുക നൽകുന്നത് വഖഫ് കൂടുതൽ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കും. അവിടെ കൂടുതൽ വിഭവങ്ങൾ നമുക്ക് നൽകുവാനായി സാധിക്കും. ഇതാണ് നമ്മൾക്ക് പ്രൊവിഷനുകൾ ഉള്ളത്. ഇതിൽ തിരുത്തുകളുണ്ടോ? എനിക്കിവിടെ പറയുവാനായിട്ടുള്ളത്, കളക്ടർ അദ്ദേഹം ഒരു വലിയ കാര്യമായാണ് പറയുന്നത്. അത് വലിയൊരു പദവിയാണ്. 2 MP പദ്ധതികളുണ്ട്. അത് നമ്മൾ കളക്ടറുടെ പ്രാഥമിക ജോലി എന്നത് റവന്യൂ പിരിവാണ്.
റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കളക്ടറുടെ പ്രധാന ജോലി. ഡെപ്യൂട്ടി കമ്മീഷണർ, അദ്ദേഹം ചിലയിടത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ട്. ഇത് ഒരു ക്ഷേമത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്, ക്ഷേമ ഉദ്യോഗസ്ഥനാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇത്. കളക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കളക്ടറെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുക? കളക്ടർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വ്യക്തിയല്ല, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഉത്തരവാദിത്വം, കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ എന്താണ് മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഈ വഖഫ് മാനേജ്മെന്റ് സംവിധാനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അതിനെ അനുകൂലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ കളക്ടറുടെ ദൗത്യത്തെ, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നാണ് നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത്. കളക്ടർ നിങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. നിങ്ങൾ ഇതൊരിക്കലും ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായ പ്രൊസീജിയർ ഉണ്ട് അദ്ദേഹത്തിനെതിരെ ശിക്ഷിക്കുവാനായിട്ടുള്ളത്. സാർ, അപ്പീലുമായി ബന്ധപ്പെട്ട് സാർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. ഒരുപാട് അംഗങ്ങൾ പറഞ്ഞു റിട്ടും സൂട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിട്ട് പെറ്റീഷൻ അത് റെസ്ട്രിക്റ്റീവാണ്, അതിൽ പരിമിതികളുണ്ട്, അത് ഡിസ്ക്രിഷണറിയുമാണ്. നിങ്ങളുടെ അവകാശമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് വളരെ ചെറിയ ഇടുങ്ങിയ ഒന്നാണ്. ഇത് നിങ്ങളുടെ ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമാണെങ്കിൽ സിവിൽ കോടതിയിൽ പോകുവാനായി സാധിക്കും. എന്ത് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് സിവിൽ കോടതിയിൽ പോകാൻ, നിങ്ങൾക്കത് ഉപയോഗിക്കുവാനായി സാധിക്കും. ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ലോ ഓഫ് ലിമിറ്റേഷൻ നമ്മൾ എന്തിനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. ഇവിടെ പറയുകയുണ്ടായി, പല പ്രദേശങ്ങളിൽ ഇത് നിലനിൽക്കുന്നു, ഇത് നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറയട്ടെ, ഇവിടെ ഉദാഹരണം നിങ്ങൾ നൽകിയിരിക്കുന്നത് ലോ ഓഫ് ലിമിറ്റേഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത് ഹിന്ദു നിയമത്തിൽ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുകയുണ്ടായി. എനിക്കൊരു ഉദാഹരണം നൽകേണ്ടതായിട്ടുണ്ട്. രാംലല്ലയുമായി ബന്ധപ്പെട്ട് അവിടെ ലോ ഓഫ് ലിമിറ്റേഷൻ നൽകിയിരിക്കുന്നു. അത് രാംലല്ല ഒരു മൈനറാണ്. അതുകൊണ്ടാണ് ഇവിടെ ലോ ഓഫ് ലിമിറ്റേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മൾ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഇത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇത് വളരെ വേഗത്തിൽ തന്നെ ചെയ്യുവാനായി സാധിക്കും. നമ്മളിത് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കേസുകൾ പെൻഡിങ് ആയിട്ടുണ്ട്. എത്ര കേസുകളാണ് ഉയർന്നു വരിക? ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുവാനായി സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിവേഗം തന്നെ ഈ കേസുകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് അംഗങ്ങൾ ഇതിനെ അനുകൂലിക്കുകയുണ്ടായി, ഒരുപാട് ആദരണീയരായ അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ആദരണീയനായ സ്പീക്കർ സാർ, ആദരണീയ ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുകയുണ്ടായി. ഞാൻ കരുതി ഇത് ആദരണീയനായ ആഭ്യന്തരമന്ത്രി ഇത് സംസാരിച്ചു എന്ന് ഞാൻ കരുതി. ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് അത് പിന്നെയും ആരോപിക്കുകയുണ്ടായി ചില അംഗങ്ങൾ. ആദരണീയനായ അധ്യക്ഷൻ സ്പീക്കർ സാർ, ഈ വഖഫ് ബോർഡും വഖഫ് ബില്ലും നിങ്ങളിത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ആദരണീയനായ ആഭ്യന്തരമന്ത്രി ഇത് പറയുകയുണ്ടായി. നിങ്ങൾ മുസ്ലിം, ഇത് അവരുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, ഇതൊരു മതപരമായ വിഷയമാണ്. മുസ്ലിം അല്ലാത്തവർ ഈ മതപരമായ വിഷയത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുകയുണ്ടായി. ഇതൊരു കോടതിയുടെ ഉത്തരവാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും വിശദീകരണം കൃത്യമായി നൽകിയിരുന്നു. ഇത് നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. വഖഫ് പ്രോപ്പർട്ടി എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആരാണിത് മുന്നോട്ട് വെക്കുന്നത്? മുത്തവല്ലികളുണ്ട്, മാനേജർമാരുണ്ട്. മുസ്ലിം അല്ലാത്തവർ അവർ
ഇത് മുന്നോട്ട് വെക്കുന്നു. എവിടെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് ചെയ്യുന്നത്? അവരെ ഇതിൽ മാനേജ് ചെയ്യാനായി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളിത് പലതവണ പറയുകയുണ്ട്. ഇങ്ങനെയല്ല, നിങ്ങൾ ഇപ്പോഴും പറയുകയാണ് നമുക്കിത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യുവാനായി സാധിക്കില്ല. നിങ്ങൾക്ക് സത്യം അംഗീകരിക്കുന്നതിനായി നിങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ ഏത് ഭാഷയിലാണ് നിങ്ങളോട് പറയുക? ഞാൻ ആദരണീയനായ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഇത് വിശദീകരിക്കുകയുണ്ടായി. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആദരണീയനായ അധ്യക്ഷൻ, ഞാൻ വളരെ ശ്രദ്ധയോടെ എല്ലാ അംഗങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. സാർ, ഞാൻ എല്ലാവർക്കും മറുപടി നൽകുകയാണെങ്കിൽ ഞാൻ വളരെ നീണ്ടുപോകും. എന്നാലും ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയാം. മൊത്തം വഖഫ് സ്വത്ത് ഈ പോർട്ടൽ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഈ മഹത്തായ സഭയിൽ അറിയിക്കുകയാണ്. ചാരിറ്റബിൾ കാര്യങ്ങൾക്കായി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് സ്വത്ത് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് വംശി പോർട്ടലുണ്ട്. ഇവിടെ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. എന്താണ് അവരുടെ എണ്ണം? 1389 ഏക്കർ. അതിൽ 0.07% എന്നത് ക്ഷേമത്തിനായാണ് ഉപയോഗിക്കുന്നത്. മദ്രസകളുടെ എണ്ണം 1,85,786 ഏക്കർ ഭൂമിയാണുള്ളത് മദ്രസകൾക്ക്. അതിൽ തന്നെ ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് ശതമാനമെന്ന് 4.9% മാത്രമാണ്. മുസാഫിർ ഖാന ഇവയെല്ലാം തന്നെ 7.5 ഏക്കറാണ്. എന്താണ് ഇതിൽ ശതമാനം ഉപയോഗിക്കുന്നത് ക്ഷേമത്തിനായി? 0.12%. ഇത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളിനി കൊമേഴ്ഷ്യൽ പദ്ധതികളുമായി സംസാരിക്കുമ്പോൾ എത്രമാത്രമാണ് ഇതിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷേമത്തിനായി? കൃഷിഭൂമികൾ 6,37,692 ഹെക്ടറുകളാണുള്ളത്. 17.7% ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത്. മൊത്തം കെട്ടിടങ്ങൾ നോക്കുക, 6,05,692 ഏക്കറുകൾ. ഇതിൽ 0.1% മാത്രമാണ് ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ വീടുകൾ, മത്സ്യക്കുളങ്ങൾ, കടകൾ, അങ്ങനെ പല കെട്ടിടങ്ങളുമുണ്ട്, സ്വത്തുകളുമുണ്ട്. ഇതിൽ 1% താഴെ മാത്രമാണ് ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. മതപരമായ കേന്ദ്രങ്ങൾ, ഈദ്ഗാഹുകൾ, അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾ, ഇതിൽ 2,85,526 ഏക്കർ. അതിൽ 7.6% മാത്രമാണ് ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇമാം ബാറ, ചൗക്കി, അത് കൽബറ പള്ളികൾ, തക്കിയ, ദർക്കുകൾ, ശ്മശാനങ്ങൾ. നമ്മൾ ഇതിന്റെ മൊത്തം കണക്കുകളും ക്ഷേമ പദ്ധതികൾക്കായി നോക്കുമ്പോൾ ഇത് 1% താഴെ മാത്രമാണ് ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത്. അത് വളരെ കുറവ് മാത്രമാണ് ഈ എണ്ണത്തിൽ. ഞാൻ ഈ കണക്കുകൾ ഒരുപാട് പറയുന്നില്ല. ഈ കണക്കുകളെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുകയുണ്ടാകുക. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇവിടെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഞാൻ ഈ പ്രസംഗം അതിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഇവിടെ പലതവണ ആരോപിച്ച് പറയുകയുണ്ടായി, നമ്മുടെ സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ഇവിടെ പലതവണ പറയുകയുണ്ടായി, നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളെ വിഭജിച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പഴയ പ്രൊഫഷനുകൾ അതനുസരിച്ച് സുന്നി ബോർഡ് മറ്റൊന്നായിരുന്നു, ഷിയ ബോർഡ് മറ്റൊന്നായിരുന്നു. മറ്റു മുസ്ലിം വിഭാഗങ്ങൾക്ക് അവർക്ക് മറ്റൊരു ബോർഡായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. ഇത് നിങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നാൽ എല്ലാ ബോർഡുകളെയും, എല്ലാ മുസ്ലിം വിഭാഗങ്ങളെ ഞങ്ങൾ അവരെല്ലാം തന്നെ ഒന്നായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു ബോർഡിൽ നിങ്ങൾ അവരെ വിഭജിക്കുമ്പോൾ ആരാണിപ്പോൾ അവരെ വിഭജിച്ചു കൊണ്ടിരുന്നത്? ഞങ്ങൾ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരികയാണ്. ഞങ്ങൾ അവരെ ഏകീകരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളാണ് അവരെ വിഭജിച്ചു കൊണ്ടിരുന്ന പല വിഭാഗങ്ങളെ. നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ കുറ്റം പറയുകയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ വിഭജിക്കുകയാണോ? ഒരു ലോജിക്കും ഒന്നും തന്നെ ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാനായി സാധിക്കുകയില്ല. ആദരണീയനായ അധ്യക്ഷൻ, മുൻപും നമ്മൾ
കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദരണീയനായ അംഗങ്ങൾ അവരിവിടെ പറയുകയുണ്ടായി, ഞാൻ ക്രിസ്ത്യൻ ഡെലിഗേഷൻ കേരളത്തിൽ നിന്നുള്ളവരും മുനമ്പത്തിൽ നിന്നുള്ളവരും എന്നോട് സംസാരിക്കുകയുണ്ടായി. അവരുടെ പ്രതിനിധികളുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ഒരു മുൻ അംഗം നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി, ഈ വിഷയം കേരളത്തിലെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. കേരള സർക്കാർ അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ അംഗങ്ങളും ഈ വിഷയം അത് പരിഹരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയുള്ള ഇരകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവരെന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്? നിങ്ങൾ അവരുടെ പ്രശ്നം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കില്ല, അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ അടുത്ത് വന്നത്. ഈ ബില്ല് പാസ്സാകുമ്പോൾ അവരുടെ ഈ ദുരിതം പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ പറയുന്നു ഈ ബില്ല് അത് ന്യൂനപക്ഷങ്ങളെ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞു ഇവിടെ ക്രിസ്ത്യൻ വിഭാഗം ഇവിടെ പത്രക്കുറിപ്പുകൾ നൽകി അവർ ഞങ്ങൾക്ക് മെമ്മോറാണ്ടം നൽകുകയുണ്ടായി. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? അവിടെ ബിഷപ്പ് കൗൺസിൽ ഓഫ് ചർച്ച് അവരാരും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവർക്ക് യാതൊരു വിവരവുമില്ല, അവർക്കൊരു അറിവുമില്ലേ. നിങ്ങൾ പറയുന്നു അവർ ഒരു മെമ്മോറാണ്ടം ഒരു പത്രക്കുറിപ്പും വെറുതെ നൽകുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ വേദനയാണ് അവർ ഞങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് പറഞ്ഞത് എല്ലാ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും ഇതിനെ അനുകൂലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എല്ലാ മിഷനുകളും നിങ്ങളോട് പറയുന്നത്. ഇത് എല്ലാം തന്നെ എനിക്കറിയാം. നിങ്ങൾ മറ്റു കാര്യങ്ങളാണ് ഈ സഭയിൽ ഇപ്പോൾ പറയുന്നത്. ആരാണ് ഇവിടെ പ്രീണനം നടത്തുന്നത്? നിങ്ങളിവിടെ പറയുന്നു ഞങ്ങളിവിടെ പ്രീണനം നടത്തുകയാണ് എന്ന്. ഭരണഘടന 2-3 അംഗങ്ങൾ ആ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായിരുന്നു, ഭരണഘടന നിങ്ങളത് ഈ വിശുദ്ധ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ ത്രിവർണം കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അത് വളരെ മികച്ചൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇവ പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യം അത് സ്വതന്ത്രമാകണം. നിങ്ങൾ ഇതിനെയെല്ലാം ഇത്തരം ആളുകളെയാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അത് ശരിയല്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് നീതീകരിക്കുവാനായേക്കും? നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടുന്നവർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്? നമ്മുടെ ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഭരണഘടനക്കനുസരിച്ച് വേണം മുന്നോട്ട് പോകുവാനായി. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ. എവിടെ നിന്നാണ് നിങ്ങൾ അത്തരം വിഘടനവാദ സ്വഭാവമുള്ളവരുമായി നിങ്ങൾ എപ്പോഴാണ് രാജ്യത്തെ വിഘടിക്കുന്നവരുമായി നിങ്ങൾ എന്ന് തൊട്ടാണ് അവർക്കൊപ്പം കൂടിയത്? ജനങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വളരെ എളുപ്പമായി പറയുകയുണ്ടായി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുകയുണ്ടായി. ഞാനും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ന്യൂനപക്ഷ വിഭാഗം അതിൻ്റെ അർത്ഥമനുസരിച്ച് ഈ രാജ്യത്ത് 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. മുസ്ലിങ്ങൾ, സിഖ് വിഭാഗം, ക്രിസ്ത്യൻ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, അതുപോലെ തന്നെ പാഴ്സികൾ. ന്യൂനപക്ഷത്തിൽ ഏറ്റവും ചെറിയ വിഭാഗമാണ് പാഴ്സി വിഭാഗം. അവരുടെ ജനസംഖ്യ 52,000 മാത്രമാണ് രാജ്യത്ത്. 52,000 മാത്രമാണ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ളത്. ആദരണീയനായ സ്പീക്കർ സാർ, ഇത്തരം ഒരു ചെറിയ വിഭാഗത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല. പക്ഷെ ഈ ചെറിയ ന്യൂനപക്ഷത്തെക്കുറിച്ച് പോലും നരേന്ദ്രമോദി ചിന്തിച്ചു. അവർക്ക് വേണ്ടി നിയോ പാഴ്സി പദ്ധതി കൊണ്ടുവരികയുണ്ടായി. ഇത് ഏറ്റവും ചെറിയൊരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്തെ. അവർക്ക് ഒരു MP-യെ പോലും അവരുടെ വിഭാഗത്തിൽ നിന്ന് വിജയിപ്പിക്കാനായി സാധിച്ചിട്ടില്ല. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുറിയിൽ ഭക്ഷണം കഴിക്കുവാനായി പോയി. അവിടെ ഒരുപാട് പാഴ്സി വിഭാഗത്തിലെ ആളുകളുണ്ടായിരുന്നു. അവർ നരേന്ദ്രമോദിയെ അനുകൂലിക്കുകയാണ്, അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. വഖഫ് ഭേദഗതി ബിൽ മുന്നോട്ട് കൊണ്ടുവന്നതിൽ അവരൊരു ചെറിയ വിഭാഗമാണെന്ന് കരുതി നമുക്ക് അവർക്ക് വില നൽകുവാനായി സാധിക്കില്ല. അവർക്കൊരു MP-യെ പോലും വിജയിപ്പിക്കാനായി സാധിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ ഈ കാര്യം ഇവിടെ ചെയ്തിരിക്കുന്നു. ആദരണീയനായ സ്പീക്കർ സാർ, ആദരണീയനായ വേണുഗോപാൽജി, അദ്ദേഹത്തോട് നമ്മൾ സത്യം പറയുമ്പോൾ അദ്ദേഹം ഇത് കേൾക്കുവാനായി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കണം. കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതമല്ല. ആരാണിത് പറഞ്ഞത്?
ഇന്നും ഒരുപാട് ആദരണീയരായ അംഗങ്ങൾ ഈ വാക്കുകൾ ഇവിടെ പലതവണ ഇവിടെ ആരോപിക്കുകയുണ്ട്. ഞാനിവിടെ പറയട്ടെ സാർ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ സർക്കാരിനെ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ സർക്കാരിനെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ പറയുമ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? ഞാൻ സ്വയം ഒരു മൈനോറിറ്റിക്കാരനാണ്. മൈനോറിറ്റി ഇന്ത്യയെക്കാട്ടിൽ സുരക്ഷിതത്വം വേറെ എങ്ങുമില്ല. ഈ രാജ്യത്ത് ഓരോ മൈനോറിറ്റിക്കാരനും ശാന്തമായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട്. അധ്യക്ഷ മഹോദയ ജി, അധ്യക്ഷ മഹോദയ, അതിനൊരു അർത്ഥവുമില്ല. ഈ പറയുന്നതിലൊരു കാര്യവുമില്ല ഇവർ പറയുന്നതിൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ രാജ്യത്ത് എല്ലാ ബോർഡർ രാജ്യം 1959 ചൈന ടിബറ്റിൽ പ്രശ്നം വന്നപ്പോൾ ടിബറ്റന്മാർ ദലൈലാമജിയുടെ കൂടെ എവിടെ പോയി? നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഇന്നും അവർ സുരക്ഷിതരാണ്. മയാൻമാറിൽ ഡെമോക്രസിയിൽ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ റെഫ്യൂജികൾ എവിടെ വന്നു? അവർ ഇന്ത്യയിൽ വന്നു, അവരിവിടെ വന്നു. ബംഗ്ലാദേശ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി അവരെ അവിടെ പെർസിക്യൂട്ട് ചെയ്തപ്പോൾ അവരെവിടെ വന്നു? അവർ ഇന്ത്യയിൽ വന്നു. പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ മൈനോറിറ്റി സിഖ്, ക്രിസ്ത്യൻ, ഹിന്ദു, ബൗദ്ധന്മാർ അവിടെ മതപരമായ പെർസിക്യൂഷൻ വന്നപ്പോൾ അവരെവിടെ വന്നു? അവർ ഇന്ത്യയിലേക്ക് വന്നു. ശ്രീലങ്കൻ തമിഴരുടെ പ്രശ്നം വന്നു. ശ്രീലങ്കൻ തമിഴർ ഇന്ത്യയിൽ വന്നു. എങ്ങനെ കഴിയാൻ പറ്റും? ഭാരതത്തിൽ മൈനോറിറ്റികൾ സുരക്ഷിതരല്ല എന്ന ഇത് വളരെ വലിയ തെറ്റാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വരുന്ന തലമുറകൾ നിങ്ങളെ ഒരിക്കലും മാപ്പിയാക്കത്തില്ല. ഈ രാജ്യത്തെ ഞാൻ സദസ്സിൽ പറയുന്നു, വരുന്ന തലമുറകൾ നിങ്ങളെ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങൾ പറയുന്നു സെക്യുലറിസത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പാർട്ടീഷൻ, ഇന്ത്യ സെക്യുലറായി. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോയ രാജ്യം സെക്യുലർ അല്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതം സെക്യുലർ, ഈ മെജോറിറ്റി ആളുകൾ സെക്യുലറാണ്. അതുകൊണ്ടാണ് അവർ സെക്യുലറായിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സെക്യുലർ. ആരുടെ കാരണം? നമ്മൾ പറഞ്ഞുകൊള്ളട്ടെ, സെക്യുലറിസത്തിൻ്റെ കാര്യം പറയരുത്. വീണ്ടും പറയുന്ന നിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഈ രീതിയിൽ പറയാൻ പറ്റില്ല. ഇവിടെ തുറന്ന് സംസാരിക്കാം. അതിനുശേഷവും ഈ രാജ്യത്തെ നിങ്ങൾ തെറി പറയാൻ ആഗ്രഹിക്കുന്നു. എന്തൊരു വിരോധാഭാസം! നമ്മുടെ മൈനോറിറ്റികളുടെ കാര്യം പറഞ്ഞ് രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ പഴയ റെക്കോർഡൊന്ന് പരിശോധിക്കൂ. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത്, ഞാൻ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹം എന്തായിരുന്നു പോളിസി? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1950s പറഞ്ഞു, ഒരു ഓർഡർ ഇറക്കി, നോർത്ത് ഈസ്റ്റിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ആവരുത്. ട്രൈബൽസിനെ അവരുടെ രീതി, ഞങ്ങൾ ക്രിസ്ത്യൻസിന് എതിരല്ല, പക്ഷെ ക്രിസ്ത്യൻസ് പറഞ്ഞ് ട്രൈബൽസിനെ അവരുടെ രീതിയിൽ വളരാൻ, ഇത് നെഹ്റുവിൻ്റെ പോളിസിയാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് മദർ ടെരേസയെ അവിടെ വരാതിരിക്കാൻ അവരെ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയത്
ഇന്ദിരാഗാന്ധി മദർ തെരേസയുടെ എൻട്രി നിർത്തി വെച്ചു. ഞങ്ങളെ ആരോപിക്കുന്നു, നിങ്ങൾ ചരിത്രത്തെ നെഹ്റുജി, ഇന്ദിരാഗാന്ധിജി, അവർ പഴയ പ്രധാനമന്ത്രി, അവരെ എല്ലാവരും ആദരിക്കുന്നു. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ കണ്ണടയ്ക്കാതിന് പറ്റില്ല. നിങ്ങൾക്ക് 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ 12 മണി അടിച്ചത് അവർക്ക് വേണ്ടിയാണ്. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ എല്ലാവരും ചർച്ച ചെയ്തു. എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിലാക്കേണ്ടവർ അവർ മനസ്സിലാക്കി. മനസ്സിലാക്കാൻ തയ്യാറല്ലാത്തവരെ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ട മുസ്ലിങ്ങൾ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി പറയും. ഇത് നന്ദിയോടൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞോളട്ടെ, ഇപ്പോഴും ഈ ബില്ലിനെ മനസ്സിലാക്കുക, ബില്ലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ഇത് പാസ്സാക്കുക. നന്ദി, നമസ്കാരം.